Hello, dear students. Welcome back to my classroom. നമ്മൾ ക്ലാസ് റൂമിൽ പറഞ്ഞതുപോലെ നമ്മുടെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന കോഴ്സിൻ്റെ തിയറി ഭാഗം നമ്മൾ ഓൺലൈനായിട്ടും പ്രാക്ടിക്കൽ അല്ലെങ്കിൽ പ്രോബ്ലം പാർട്ട് 70% പ്രോബ്ലമാണെന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ അത് നമ്മൾ ക്ലാസ് റൂമിൽ നമ്മൾ ലേൺ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞതുപോലെ ബഡ്ജറ്റിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ബഡ്ജറ്റിങ്ങിൽ യു നോ ഹൗ ടു പ്രിപ്പയർ എ ക്യാഷ് ബഡ്ജറ്റ്. ഒരു ക്യാഷ് ബഡ്ജറ്റ് എപ്രകാരമാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം നിങ്ങൾക്ക് ഒരുവിധം അത് എങ്ങനെ തയ്യാറാക്കണമെന്ന് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് മെത്തേഡിൽ എങ്ങനെയാണ് ഒരു ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഹൗ ടു പ്രിപ്പയർ എ ക്യാഷ് ബുക്ക്, ഈ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് മെത്തേഡ്. പക്ഷെ അതിൽ കുറച്ച് തിയറി ഭാഗങ്ങൾ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നൗ ഐ വിൽ ഡിസ്കസ് വിത്ത് യു ദ തിയറി പാർട്ട് ഓഫ് ബഡ്ജറ്റിംഗ്. സോ ലെറ്റ് മീ ഷെയർ ദ presentation. So budgeting. First of all, what is a budget? എന്താണ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ? ഞാനത് പറഞ്ഞിട്ടുണ്ട്, എന്നാലും ലെറ്റ് മീ റിപ്പീറ്റ് വൺസ് അഗെയിൻ. A budget is a written plan covering projected activities of a business for a definite period of time. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ പ്രൊജക്റ്റഡ് ആക്ടിവിറ്റീസ്, ആ പ്രൊജക്റ്റഡ് ആക്ടിവിറ്റീസിനെ കുറിക്കുന്ന ഒരു റിട്ടൺ പ്ലാനാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഈസ് പ്രിപ്പയർഡ് ഓവർ എ ഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈം. ഒരു പീരീഡ് ഓഫ് ടൈമിലേക്കായിരിക്കും ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ചിലപ്പോൾ 1 വർഷത്തേക്ക്, അല്ലെങ്കിൽ 3 മാസത്തേക്ക്, അല്ലെങ്കിൽ ഒരു 2-3 ആഴ്ചയിലേക്ക്. സോ വി ആർ പ്രിപ്പയറിങ് ബഡ്ജറ്റ്സ്. ചിലത് ഷോർട്ട് ടൈം ആയിരിക്കും, ചിലത് ലോങ് ടൈം ആയിരിക്കും. സോ വെരി സിമ്പിൾ, എ ബഡ്ജറ്റ് ഈസ് എ റിട്ടൺ പ്ലാൻ covering the projected activities of a business for a definite period of time. Then there is a definition given by ICMA, Institute of Cost and Management Accounting, London. So according to this institute, what is a budget? A budget is a financial or quantitative statement prepared and approved prior to a definite period of time of the policy to be pursued during that period for attaining a given objective. ഈ ഡെഫിനിഷൻ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. എ ബഡ്ജറ്റ് ഈസ് എ ഫൈനാൻഷ്യൽ ഓർ ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ്. ഒരു ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ആൻഡ് അപ്രൂവ്ഡ് പ്രയർ ടു എ ഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈം. അത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് അതിൽ ഒരു അപ്രൂവൽ നമ്മൾ വാങ്ങിച്ചിരിക്കും ടു എ ഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈം ഓഫ് ദ പോളിസി ടു ബി പെർസ്യൂഡ് ഡ്യൂറിംഗ് ദാറ്റ് പീരീഡ്. അപ്പോൾ ആ പീരീഡിലേക്ക്, ആ ഫ്യൂച്ചർ പീരീഡിലേക്ക് നമ്മൾ എന്തൊക്കെ പോളിസീസ് ആണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പെർസ്യൂ ചെയ്യേണ്ടത് ഫോർ അറ്റൈനിങ് എ ഗിവൺ ഒബ്ജക്റ്റീവ്. ഒരു നിർദ്ദിഷ്ട ലക്ഷ്യം കൈവരിക്കുന്നതിലേക്കായി നമ്മൾ എന്തൊക്കെ പോളിസീസ് ആണ് പെർസ്യൂ ചെയ്യേണ്ടത് ആ പറയുന്ന പീരീഡിലേക്ക്. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് കാൾഡ് ആസ് എ ബഡ്ജറ്റ്. എ ബഡ്ജറ്റ് ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് ഓർ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് prepared and approved prior to a definite period of time or defined period of time of the policy to be pursued during that period for attaining a given objective. Okay, so a budget is prepared to have effective utilization of funds and for realization of objectives as efficiently as possible. So the purpose, we can say the purpose of budget is to utilize the resources of organization or the funds of an organization effectively in order to realize its objectives efficiently. Then budgeting is the entire process of, then what is budgeting? Budgeting is the process of preparing budget. It is the entire process of preparing budget or act of building budget. ബഡ്ജറ്റ് ബിൽഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. Then another concept is budgetary control. Budgetary control is the process of determining various budgeted figures and comparing them with the actual performance or calculating variances. Control, you know that you have to compare actual with the target or budget or standard
and if there is any deviations or variations, we need to initiate necessary corrective actions. That is what is called controlling. So when budget are used for controlling, it is called the budgetary control. So you are using budgeted figures, which is exhibited through a budget, and compare that budgeted figures with the actual when attained actual figures. And if there is any discrepancies or differences or variations, we need to initiate necessary corrective actions. So when the management uses budget as a tool for controlling, it is called budgetary control. When the management use budget as a tool for controlling, it is called the budgetary. What are the features or what are the characteristics of a good budget, or what are the characteristics of budgeting or budgetary control? The moon you can answer the same. So when you are going to prepare the budget for a business organization, what are the features to be incorporated in the budget? Features characteristics setting up of objectives. So every budget should be prepared based on an objective. So first of all, you will have to set the objective, why we are preparing the budget, or what is the purpose of this budget. So you should clearly specify, precisely state what are the objectives of this particular budget. A production budget, a sales budget, a cost budget, you will have to specify what are the objectives of preparing this particular budget. Then it should be prepared in advance. Otherwise, it is not a budget. So whatever may be the budget, that should be prepared in advance for a future period of time. So it should be prepared in advance. It's a plan. Then it is a financial or quantitative statement. A budget should be expressed in terms of money. That is why it is called as a financial statement. So mere quality statement may not be budget. So you will have to state clearly in numerical terms what to attain, what to achieve in this period of budget or budgeted period in future. Participation of all. So in order to have a good budget for an organization, we need the participation of all functional elements. All elements are required for preparing the budget. So basically, organization may have functional budget for production, marketing, then financing, accounting, research and development, etc. Then at last you need to consolidate it all and prepare a master budget. So there we need the cooperation and participation from all the entities or all the units within the organization. One budget for each department. So you will have to prepare one budget, a single budget for each department. Fixing authority and responsibility. So while preparing the budget, you will have to fix who is responsible, who is having the authority and who is having the responsibility. So we will have to establish clearly what is the authority, responsibility, relationship. Then coordination is required. As I said earlier, participation is required. So participation can be attained through what is called coordination. So you will have to have a harmonious adjustment of all parts within the organization so that you can attain the organizational objectives. So we need the cooperation and coordination from all the units within the organization. And next one is proper reporting system. In order to prepare a good budget, so we need a proper reporting system. Whatever may be the information, that should be properly been reported to all parties in the top level management. So there should be a proper budget reporting system. Then budget revision. A budget is, as you know, that if budget is prepared over a definite period of time. But if there is any contingencies are there, or changes are there, or some unforeseen events are happened, then you need to revise it. So budget revision is required. So that means budget is not a static document. We need to change it whenever it is needed. So these are the qualities that are required or characteristics that are attributed to a good budget or a process of good budgeting or budgetary control. Should be based on objective, should be prepared in advance. It is a financial or quantitative statement. We need the participation of all for the preparation of budget, one budget for each department, and through budget you will have to fix the authority, responsibility. Then coordination is required for preparing good budgets, and a good budget should have proper reporting system timely. And last one is it should be revised based on changes, budget revision.
Now, what are the objectives or what are the purposes or what is the need for preparing budget or budgeting or budgetary control? First one is objective to formulate a plan of action. Actually, budget is a predictive statement or predictive list of activities, projected activities of a business organization over a period of time. So it is to formulate a plan of action. So through budget, you are formulating an action plan. ബഡ്ജറ്റിങ്ങിലൂടെ നമ്മളൊരു ആക്ഷൻ പ്ലാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോർമുലേറ്റ് ചെയ്യുന്നത്. Then to provide a means of coordination. So through budget you are coordinating all the functional elements within an organization. So budgeting is a tool that can be easily implemented for coordinating the different functionaries within the organization. To facilitate central control, as you know that through budgeting we are coordinating all the things. So through proper coordination, you can have a centralized control over all activities. It helps in cost control. As you know that the budget fixes the targets. So you can compare periodically actual and budget, and if there is any differences, take necessary corrective action. So through that you can reduce the cost, control the cost. And controlling the cost result in cost reduction. So it helps in cost reduction. So you are eliminating the unnecessary cost or unnecessary elements in the cost, different types of costs. Fixation of responsibility of executives. As I said earlier in the characteristics, we mentioned that through budgeting you are fixing authority and responsibility. So through budgeting you can fix the responsibility of all executives within the organization. Fixing norms for performance, how to perform. So we can set standards, we can set conditions or norms or rules for performance. Then through proper budgeting, you can use the resources properly. So proper utilization of resources, and it is a motivation for employees. So through budgeting, employees know what they want to do. So they are fixing the standards through budgets. So that is the standard given to the employees. So that motivate them to attain the target or standard. So budget helps to motivate the employees. Now let us discuss another question. What are the differences between budget and forecasting? ഒരു ബഡ്ജറ്റും ഫോർകാസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്? അപ്പോൾ അത് ചോദിക്കാൻ കൊള്ളാം. What are the differences between budget and forecasting? So there is a difference in meaning. അതിന്റെ അർത്ഥത്തിൽ വ്യത്യാസമുണ്ട്. വാട്ട് ഈസ് എ ബഡ്ജറ്റ്? ബഡ്ജറ്റ് ഈസ് നമ്മൾ പറഞ്ഞതുപോലെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓർ ക്വാണ്ടിറ്റേറ്റീവ് എക്സ്പ്രഷൻ ഓഫ് ബിസിനസ് പ്ലാൻസ് ആൻഡ് പോളിസീസ് ടു ബി പെർസീവ്ഡ് ഇൻ ഫ്യൂച്ചർ. ഒരു ഫ്യൂച്ചർ പീരീഡിൽ നമ്മൾ പെർസീവ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ബിസിനസ് പ്ലാൻസ് ആണ്. അത് ക്വാണ്ടിറ്റേറ്റീവ് എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് എന്താവുന്നത്, ബഡ്ജറ്റ് ആവുന്നത്. ബട്ട് ഫോർകാസ്റ്റ് ഈസ് ഓൺലി ആൻ എസ്റ്റിമേറ്റ്. ഫോർകാസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രഡിക്ഷൻ മാത്രമാണ്, ഒരു എസ്റ്റിമേറ്റ് മാത്രമാണ് ഫോർ എ ഫ്യൂച്ചർ ആസ് ടു വാട്ട് വിൽ ഹാപ്പൻ. നാളെ എന്ത് സംഭവിക്കും. സോ ജസ്റ്റ് വി ആർ പ്രഡിക്റ്റിംഗ്. So നാളെ ഇന്ന കാര്യം സംഭവിക്കും. So we are just giving an estimate or we are giving a prediction. That is what is called as a forecast. So that is the first point of difference in connection with the meaning associated with both budget and forecast. Then regarding permanency, another difference is made with regard to permanency as the basis. A sort of permanent budgeting is having some permanency because we are already fixing this is for 3 months or this is for 1 year. So there is a permanency. So we are preparing. See, government is preparing the budget for next financial year. So there is a 1 year time or 12-month time is there. So there is some kind of permanency. But that permanency is not there in forecast. Forecast is a tentative estimate, a short living. It will not live a long period of time. So it is a short living. It's a tentative estimate. Okay. Then there is another difference is with regard to nature. A budget is a positive action that management plans to take. Budget is always positive. It's a positive action that management plans to take. എന്തൊക്കെയാണ് അടുത്ത ഇയറിലേക്ക് അല്ലെങ്കിൽ അടുത്ത പീരീഡിലേക്ക് നമ്മൾ ചെയ്യേണ്ടത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എപ്പോഴും ബഡ്ജറ്റിൽ പറയുന്നത്. Then a forecast, not budget. A forecast is a passive statement. Forecast എപ്പോഴും ഒരു പാസീവ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, നാളെ സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നാളെ നമ്മുടെ ഈ പറയുന്ന ഇൻവെസ്റ്റ്മെന്റ്, റിയൽ എസ്റ്റേറ്റിലെ ഇൻവെസ്റ്റ്മെന്റിന്റെ വില കുറയാൻ ചാൻസ് ഉണ്ട്. സോ എപ്പോഴും ഫോർകാസ്റ്റുകൾ എന്തായിരിക്കും, ഒരു പാസീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളായിരിക്കും പറയുന്നത്. ബട്ട് ബഡ്ജറ്റ് ഈസ് somewhat active or it contains positive actions. Planning. So budget is based on planning.
ബഡ്ജറ്റ് എപ്പോഴും പ്ലാനിങ്ങിന്റെ അടിസ്ഥാനത്തിൽ, പഴയ ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പുതിയ ബഡ്ജറ്റ് തയ്യാറാക്കുന്നത്. സോ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ പ്ലാനിങ്, ബട്ട് നോ സച്ച് പ്ലാനിങ് ഓർ സെൽഡം പ്ലാനിങ് ഈസ് യൂസ്ഡ് ഇൻ ഫോർകാസ്റ്റിംഗ്. ഫോർകാസ്റ്റിംഗിൽ അങ്ങനെ പ്ലാനിങ് യൂസ് ചെയ്യാറില്ല, അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നത് കുറവാണ്. പീരീഡ് എന്നാണ്. പീരീഡ് ബഡ്ജറ്റ് ഈസ് പ്രിപ്പയർഡ് ഫോർ ബേസിക്കലി നോൺ അക്കൗണ്ടിങ്. സാധാരണ എല്ലാ ബഡ്ജറ്റുകളും ബേസിക് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു വർഷം വരെയാണ്, അല്ലെങ്കിൽ ഒരു വർഷമാണ് അതിന്റെ പീരീഡ് എന്ന് പറയുന്നത്. ബട്ട് ദിസ് ഫോർകാസ്റ്റ് ഈസ് ഫോർ ഷോർട്ട് പീരീഡ്, ലൈക്ക് ഡേ, വീക്ക്, എക്സെട്ര. നാളെ എന്ത് സംഭവിക്കും, അടുത്ത ആഴ്ച എന്ത് സംഭവിക്കും. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ആസ് എ ഫോർകാസ്റ്റ്, a short term thing. Scientific, regarding the another point is scientific, another base is scientific, prepared scientifically. Budget is prepared scientifically based on certain rules, regulations. So we will have to prepare all budgets. So this forecast is not scientific. Comparison often compared with actual. So budgetary control നമ്മൾ ചെയ്യുന്നത് എപ്പോഴും ബഡ്ജറ്റഡ് ഫിഗേഴ്സും ആക്ച്വൽ ഫിഗേഴ്സുമായിട്ട് കമ്പയർ ചെയ്ത് അത് ഡീവിയേഷൻ ഉണ്ടെങ്കിൽ, ആക്ച്വൽ കുറവാണെങ്കിൽ we need to undertake corrective actions. So no much meaning in comparison. Compare ചെയ്യുന്നതിൽ കാര്യമില്ല. There is no need for comparison because it may not be even a quantitative statement. So there is no scope for comparison. Then budgeting is a tool for control. Budgeting എന്ന് പറയുന്ന കൺട്രോളിന് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് റെപ്രസെന്റ് എനി ടൂൾ ഓഫ് കൺട്രോൾ. ഫോർകാസ്റ്റ് എന്ന് പറയുന്നത് കൺട്രോളിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു ടൂൾ അല്ല. ദെൻ കണക്ഷൻ, റിഗാർഡ് ടു കണക്ഷൻ, കണക്റ്റഡ് വിത്ത് ബിസിനസ് ഓർ ഇൻഡസ്ട്രി. എപ്പോഴും ബഡ്ജറ്റ് ഒരു ബിസിനസ്സുമായിട്ടോ ഇൻഡസ്ട്രിയുമായിട്ടോ കണക്ട് ചെയ്തിരിക്കും, ബട്ട് നോട്ട് യൂഷ്വലി കണക്റ്റഡ് വിത്ത് ബിസിനസ് ഓർ ഇൻഡസ്ട്രി. പക്ഷെ ഇവിടെ എന്തുണ്ടാവില്ല, ഒരു ഇൻഡസ്ട്രിയോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സുമായിട്ടോ അതിന് കണക്ഷൻ ഉണ്ടാവില്ല. ഇറ്റ്സ് എ ഫോർകാസ്റ്റ്. ഫോർ എക്സാമ്പിൾ, ഇറ്റ്സ് എൻ എക്കണോമിക് ഫോർകാസ്റ്റ്. സോ അല്ലെങ്കിൽ we are forecasting that next day that there may be an event may happen, just like a natural calamity. So it may not be directly related to the industry or the business organization. So these are the points of differences between budgeting and forecasting, or budget and forecasting. Then what are the steps in preparation of budget? This is very important. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെ സ്റ്റെപ്പുകളാണ് നമ്മൾ ഇതിൽ കീപ്പ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ സ്റ്റെപ്പാണ് ഒരു ബഡ്ജറ്റ് പ്രിപ്പറേഷനിൽ ഉള്ളത്. സോ ആസ് എ മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ഓഫ് എൻ ഓർഗനൈസേഷൻ, യു ഷുഡ് നോ ഹൗ ടു ഇൻസ്റ്റാൾ എ ബഡ്ജറ്ററി കൺട്രോൾ സിസ്റ്റം വിത്തിൻ ആൻ ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനത്തിനകത്ത് എങ്ങനെയാണ് ഒരു ബഡ്ജറ്ററി കൺട്രോൾ സിസ്റ്റം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത്, യു ഷുഡ് അപ്പോയിന്റ് എ ബഡ്ജറ്റ് കൺട്രോളർ ഓർ ബഡ്ജറ്റ് ഓഫീസർ. എല്ലാ ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനുമായിട്ട് ആദ്യമേ തന്നെ ഒരു ബഡ്ജറ്റ് കൺട്രോളറെ അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റ് ഓഫീസറെ, ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഓഫീസറെ എന്ത് ചെയ്യുക, അപ്പോയിന്റ് ചെയ്യുക. സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ പ്രിപ്പറേഷൻ ഓഫ് ബഡ്ജറ്റ് ഈസ് ടു അപ്പോയിന്റ് എ ക്വാളിഫൈഡ് പേഴ്സൺ ആസ് ദ ബഡ്ജറ്റ് കൺട്രോളർ ഓർ ദ ബഡ്ജറ്റ് ഓഫീസർ for performing all the activities in connection with the budget preparation. Then after that you will have to formulate a budget committee. ഒരാൾ ഒറ്റയ്ക്കല്ല ചെയ്യേണ്ടത്, അയാൾക്ക് ഒരു കമ്മിറ്റി ഉണ്ടായിട്ടുണ്ട്. So it should contain all the persons from each functional area. So we will have to formulate a budget committee. ഒരു ബഡ്ജറ്റ് കമ്മിറ്റി എല്ലാ ഫങ്ഷൻസിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട്, എല്ലാ ഫങ്ഷണറീസിനെ ഉൾപ്പെടുത്തിക്കൊണ്ട്, എല്ലാ ഡിപ്പാർട്ട്മെന്റിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ബഡ്ജറ്റ് കമ്മിറ്റി തയ്യാറാക്കാം. Then ഫിക്സേഷൻ ഓഫ് ബഡ്ജറ്റ്. പിന്നെ നമ്മൾ തീരുമാനിക്കുന്നത് എത്ര കാലത്തേക്കാണ്, അത് ഷോർട്ട് ടൈം ആണോ, ലോങ് ടൈം ആണോ, ഒരു വർഷത്തേക്കാണോ, 6 മാസത്തേക്കാണോ, 3 മാസത്തേക്കാണോ. സോ വി വിൽ ഹാവ് ടു ഡിസൈഡ് വാട്ട് ഈസ് ദ ബഡ്ജറ്റ് പീരീഡ്. ദെൻ ഐഡന്റിഫിക്കേഷൻ ഓഫ് ബഡ്ജറ്റ് സെന്റർ, ജസ്റ്റ് ലൈക്ക് കോസ്റ്റ് സെന്റർ. നമ്മൾ കോസ്റ്റിംഗിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഏതെല്ലാം ചെയ്യുക, ഐഡന്റിഫൈ എന്താണ് നമ്മുടെ ബഡ്ജറ്റ് സെന്റർ. അത് പ്രൊഡക്ഷൻ ആണോ അല്ലെങ്കിൽ സെയിൽസ് ആണോ. സോ വി വിൽ ഹാവ് ടു ഫൈൻഡ് ദ ബഡ്ജറ്റ് സെന്റർ, ഹൂ ഈസ് റെസ്പോൺസിബിൾ. ഓക്കെ, ഇപ്പൊ പ്ലാന്റ് പ്രൊഡക്ഷൻ ആണെങ്കിൽ നമ്മൾ ബേസിക്കലി ഫോക്കസ്ഡ് ഓൺ പ്ലാന്റ്. സെയിൽസ് ആണെങ്കിൽ വി ഫോക്കസ്ഡ് ഓൺ സ്റ്റോഴ്സ്. സോ വിച്ച് ഈസ് ദ ബഡ്ജറ്റ് സെന്റർ. നമ്മുടെ ബഡ്ജറ്റ് സെന്റർ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യുക, അതൊന്ന് വ്യക്തിയാവാം, അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ആകാം, അല്ലെങ്കിൽ കുറെ ഡിപ്പാർട്ട്മെന്റ്സ് ചേർന്നിട്ടാവാം ഒരു ബഡ്ജറ്റ് സെന്റർ എന്ന് പറയുന്നത്. സോ യു വിൽ ഹാവ് ടു ഐഡന്റിഫൈ ഹൂ ഈസ് റെസ്പോൺസിബിൾ. ജസ്റ്റ് ലൈക്ക് കോസ്റ്റ് സെന്റർ ഇസ് എ പേഴ്സൺ, ലൊക്കേഷൻ ഓഫ് ഐറ്റം ഓഫ് എക്യുപ്മെന്റ് എന്ന് പറയുന്നത് പോലെ വി വിൽ ഹാവ് ടു ഐഡന്റിഫൈ ദ ബഡ്ജറ്റ് സെന്റർ. എന്നാലേ നമുക്ക് അവരുടെ റെസ്പോൺസിബിലിറ്റിയും അതോറിറ്റിയും ഒക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. സോ വിൽ ഹാവ് ടു ഫിക്സ് ദ അതോറിറ്റി ആൻഡ് റെസ്പോൺസ്, ഹൂ ഈസ് റെസ്പോൺസിബിൾ. Then identification of budget key factor. Key factor means the limiting factor. നമ്മൾ ബഡ്ജറ്റ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഫാക്ടർ, ഏറ്റവും സ്കേഴ്സ് ആയിട്ടുള്ള ഫാക്ടർ, അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഫാക്ടർ നമ്മൾ ഡിസൈഡ് ചെയ്യണം. ആൻഡ് ഓൾസോ ദാറ്റ് ഡിപ്പെൻഡ്സ്. ഈ കീ ഫാക്ടർ എന്ന് പറയുന്ന ആ ഒരു ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് സ്ഥാപനത്തിനനുസരിച്ച്
അതിൻ്റെ നേച്ചറിനനുസരിച്ച് അത് ചെയ്യുന്ന ബിസിനസ്സിനനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ പല സ്ഥാപനങ്ങൾക്കും പലതായിരിക്കും എന്തെന്ന് പറയുന്നതിലേക്ക് ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു IT ഫാമിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ആ ഹ്യൂമൻ റിസോഴ്സ് ആണ് ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. ഒരു മാനുഫാക്ചറിങ് പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ സ്കിൽഡ് വർക്കേഴ്സ് ആയിരിക്കും ചിലപ്പോൾ അവിടുത്തെ ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. ഒരു ഫൈനാൻഷ്യൽ ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം finance or cash may be the limiting factor. So the limiting factor depends on the nature of the organization. Organization nature അനുസരിച്ച് limiting factor change ചെയ്തുകൊണ്ട്. Then after identifying the limiting factor, you will prepare a budget manual. Budget എന്നൊരു മാനുവൽ തയ്യാറാക്കണം. How to do, how to perform. അപ്പോൾ എപ്പോഴും നമ്മളൊക്കെ ഒരു പ്രോഡക്റ്റ് ഒക്കെ വാങ്ങുമ്പോൾ യൂസേഴ്സ് മാനുവൽ, അതുപോലെ ബഡ്ജറ്റിന് ഒരു മാനുവൽ തയ്യാറാക്കുക. അതിന്റെ റൂൾസും അതിന്റെ റെഗുലേഷൻസും, വാട്ട് ആർ ദ തിങ്സ് ടു ബി ഡൺ, വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻ ബഡ്ജറ്റിംഗ്. സോ എവറിത്തിങ് ഷുഡ് ബി ഡിസ്ക്രൈബ്ഡ് ഇൻ ഡീറ്റെയിൽ ഇൻ ദ മാനുവൽ. അതെല്ലാം വളരെ വ്യക്തമായിട്ട് വളരെ കൃത്യമായിട്ട് ബഡ്ജറ്റ് മാനുവലിൽ എന്ത് ചെയ്യുക. So it is a program of action, it is a plan of action, or it is the design for doing budgeting. എങ്ങനെയാണ് ബഡ്ജറ്റ് ചെയ്യേണ്ടത്, അപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് 1 by 1 ആയിട്ട് ഫസ്റ്റ് ചെയ്യേണ്ടതെന്നാണ്, രണ്ടാമത് ചെയ്യേണ്ടതെന്നാണ്, അവസാനം ചെയ്യേണ്ടത് എന്താണെന്നുള്ള രീതിയിൽ you will have to prepare a budget manual. Then lastly you will have to prepare an organizational chart, ഒരു OC തയ്യാറാക്കുക. Who is budget officer, അല്ലെ, what are his responsibilities, അയാളുടെ കീഴിൽ ആരൊക്കെയാണ് ബഡ്ജറ്റ് കമ്മിറ്റിക്കകത്ത് വരുന്നത്. ദെൻ ഓരോരുത്തരും ചെയ്യേണ്ട ഡ്യൂട്ടി എന്തൊക്കെയാണ്, ഓരോ ആൾക്കാരും ചെയ്യേണ്ട ഡ്യൂട്ടി എന്താണ്, ഏതൊക്കെ ആണ് നമ്മുടെ ബഡ്ജറ്റ് സെന്ററുകൾ. അപ്പോൾ ആ ബഡ്ജറ്റ് സെന്ററുകളിൽ who is responsible, who is the person responsible in this budget center. So everything should be detailed, described in detail in the OC. നമ്മുടെ സ്ഥാപനത്തിന്റെ ഓർഗനൈസേഷണൽ ചാർട്ടിൽ വളരെ കൃത്യമായിട്ടും വളരെ വ്യക്തമായിട്ടും ഓരോ ആൾക്കാരുടെയും അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, റിലേഷൻഷിപ്പ് വെച്ചുകൊണ്ട് you design the organizational chart. So these are the steps in preparation of budgets. ഇത്രയുമാണ് നമ്മൾ ഒരു ബഡ്ജറ്റ് പ്രിപ്പറേഷനിൽ ശ്രദ്ധിക്കേണ്ട സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്. So very simple. First of all, a controller or budget controller or an officer should be appointed for doing all budgeting. After that, you will have to formulate a budget committee covering all functional areas. Then fix a period. For what period, or what is, whether it is a short-term budget or a long-term budget, so fix the period. After that, you will have to locate which center is responsible, what is the budget center. Then find out the limiting factor, find out the key factor or identify the limiting factor. After that, you will have to prepare a manual, the procedure, the rules, the steps for conducting budgeting. Then at last, prepare a chart showing the responsibility, authority, relationship, who is who, what to do, what is to be done by each and every person within this different branches. ഓരോ OCയുടെ ഓർഗനൈസേഷൻ ചാർട്ടിലെ ഓരോ ബ്രാഞ്ചിൽ വരുന്ന ആൾക്കാരും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു രൂപരേഖ തയ്യാറാക്കി വയ്ക്കുക. So these are the steps in preparation of budget. Then now, what are the various types of budgets for an organization? An organization എന്തൊക്കെ തരത്തിലുള്ള ബഡ്ജറ്റുകളാണ് പ്രിപ്പയർ ചെയ്യുന്നത്? So basically they will have to prepare a consolidated budget called a master budget. എല്ലാ ബഡ്ജറ്റോടെ ചേർത്തുകൊണ്ട് ഒരു സിംഗിൾ ബഡ്ജറ്റ്, one budget for one organization. That budget is called a master budget. So it is the whole activities to be done by the organization during the next period of time under consideration. So that is a master budget. So it's a consolidated budget. Next one is functional budget. അപ്പോൾ ഈ ഫങ്ഷണൽ ബഡ്ജറ്റ്സ് എല്ലാം കൂടെ കൺസോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ മാസ്റ്റർ ബഡ്ജറ്റ് ആക്കി വരുന്നത്. അപ്പോൾ ഓരോ ഫങ്ഷണൽ ഏരിയാസിനും ബഡ്ജറ്റ്, ഫോർ എക്സാമ്പിൾ സെയിൽസ് ബഡ്ജറ്റ് ഈസ് ദെയർ, production budget is there, and we'll have to prepare cost budget for each element of cost budgets are there. So we'll have to research and development budget is there. So that should be consolidated, and all these consolidated budgets are, when it is consolidated, we are getting master budget. Then there is a definition given by ICMA regarding master budget. It's a summary budget, just like a master budget is a summary budget incorporating its component in functional budgets. അതിനകത്ത് എന്താ ഉള്ളത്? ഫങ്ഷണൽ ബഡ്ജറ്റ്സിന്റെ എല്ലാ ഫങ്ഷണൽ ബഡ്ജറ്റ്സിന്റെ കമ്പോണൻസും ഇതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. which is finally approved, adopted and employed. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫൈനലായിട്ട് അപ്രൂവ് ചെയ്ത് അഡോപ്റ്റ് ചെയ്ത് എംപ്ലോയ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ദ ബഡ്ജറ്റ് ഫോർ ദ ഓർഗനൈസേഷൻ. അതാണ് നമ്മുടെ ഓർഗനൈസേഷന്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. Functional budgets are those budgets which are related to functions. സ്ഥാപനത്തിനകത്ത് പല ഫങ്ഷൻസ് ഉണ്ട്.
ഓരോ ഫംഗ്ഷനെയും ഡിനോട്ട് ചെയ്യുന്ന ബഡ്ജറ്റ്സിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഫംഗ്ഷണൽ ബഡ്ജറ്റ്സ്. എക്സാമ്പിൾ പറയുന്നു സെയിൽസ് ബഡ്ജറ്റ്, പ്രൊഡക്ഷൻ ബഡ്ജറ്റ്, മെറ്റീരിയൽ ബഡ്ജറ്റ്, മാനുഫാക്ചറിങ് ഓവർഹെഡ് ബഡ്ജറ്റ്, അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് ബഡ്ജറ്റ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ബഡ്ജറ്റ്, പ്ലാന്റ് യൂട്ടിലൈസേഷൻ ബഡ്ജറ്റ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ബഡ്ജറ്റ്, ക്യാഷ് ഓർ ഫിനാൻഷ്യൽ ബഡ്ജറ്റ്. അതിൽ ഏറ്റവും പ്രധാനം നമ്മൾ ക്ലാസ്സിൽ ചെയ്തതാണ് ക്യാഷ് ബഡ്ജറ്റ്. എന്താണ് ഒരു ക്യാഷ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്? Cash budget is a statement prepared in advance showing estimated cash receipts and cash disbursements during a specified period of time. നമ്മൾ പറഞ്ഞു ഒരു പീരീഡ് ഓഫ് ടൈമിലേക്ക് ഉള്ള എത്രമാത്രം ക്യാഷ് റെസീറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട്, എത്രമാത്രം ക്യാഷ് ഡിസ്ബേഴ്സ്മെന്റോ ക്യാഷ് പേയ്മെന്റ്സ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ വരയ്ക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റാണ് ക്യാഷ് ബഡ്ജറ്റ്. അടുത്ത 3 മാസത്തേക്ക്, നെക്സ്റ്റ് 3 മന്ത്സിലേക്ക് what are the possible cash receipts and what are the possible cash payments. So you are making an estimate regarding how much amount is flowing in and how much amount is flowing out. So we are simply stating what is the inflow of cash during this period and what is the outflow of cash during the period. So the difference will be the closing balance during that period. So a cash budget, there is a definition given for cash budget. It's an analysis of flow of cash in a business over a future short or long period of time. Cash budget ഒരു ഷോർട്ട് പീരീഡിലേക്ക് നമുക്ക് തയ്യാറാക്കാം, അല്ലെങ്കിൽ ഒരു ലോങ് പീരീഡിലേക്ക് നമുക്ക് തയ്യാറാക്കാം. സോ ഇറ്റ് ഈസ് എ ഫോർകാസ്റ്റ് ഓഫ് എക്സ്പെക്ടഡ് ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ. ഞാൻ പറഞ്ഞതാണ്, ഇറ്റ് ഈസ് എ ഫോർകാസ്റ്റ് ഓഫ് എക്സ്പെക്ടഡ് ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ. നമ്മൾ പ്രതീക്ഷിക്കുന്ന ക്യാഷ് ഇൻഫ്ലോയും ക്യാഷ് ഔട്ട്ഫ്ലോയുടെയും ഫോർകാസ്റ്റ് ആണെന്ന് പറയുന്നത് ക്യാഷ് ബഡ്ജറ്റ്. So there are 3 methods in preparing cash budget. One receipt and payment method, then the balance sheet forecast method, projected balance sheet method. So 3 methods are there. So ഇതിൽ നമ്മൾ ഒരു മെത്തേഡ് മാത്രം നമ്മൾ പഠിച്ചാൽ മതി. That is receipt and payment method. So basically receipt and payment method is used for forecasting, for preparing cash budget over a ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. ഷോർട്ട് ടൈം ബഡ്ജറ്റ് തയ്യാറാക്കാനായിട്ടാണ്, ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിലേക്ക് ഒരു ക്യാഷ് ബഡ്ജറ്റ് തയ്യാറാക്കാനായിട്ടാണ് നമ്മൾ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അതിന്റെ സ്റ്റെപ്സ് ഞാൻ ഇനി ആവർത്തിക്കണമെന്നില്ല, കാരണം ഐ ഹാവ് ഓൾറെഡി എക്സ്പ്ലെയിൻഡ് ഇറ്റ് ഇൻ ദ ക്ലാസ് റൂം. അല്ലെ, ഇത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ മെത്തേഡിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ക്യാഷ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അത് ഓപ്പണിംഗ് ബാലൻസിൽ സ്റ്റാർട്ട് ചെയ്യണം. ഏപ്രിൽ, മെയ്, ജൂൺ 3 മാസത്തേക്ക് യു ആർ പ്രിപ്പയറിംഗ് ക്യാഷ് ബഡ്ജറ്റ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഏപ്രിൽ മാസത്തിലെ ഓപ്പണിംഗ് ബാലൻസ് തന്നിരിക്കും. ആ ഏപ്രിൽ മാസത്തിലെ ഓപ്പണിംഗ് ബാലൻസിന്റെ കൂടെ, ഏപ്രിലിലെ ഏത് മാസം ആയിക്കോട്ടെ, അതിന്റെ ഓപ്പണിംഗ് ബാലൻസിന്റെ കൂടെ ആ മാസത്തിലെ ക്യാഷ് റെസീറ്റ് എല്ലാം കൂടെ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക, ടോട്ടൽ ചെയ്യുക. അതിൽ നിന്ന് പേയ്മെന്റ്സ് എല്ലാം കൂടെ ആഡ് ചെയ്ത് ടോട്ടൽ ചെയ്തിട്ട് ഈ ഫസ്റ്റ് 2 ടോട്ടലും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. ദെൻ യു വിൽ ഗെറ്റ് ദ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ്. ഇവിടെ കിട്ടുന്ന ക്ലോസിംഗ് ബാലൻസ് ആണ് അടുത്ത മാസത്തിലെ ഓപ്പണിംഗ് ബാലൻസ്. അതുപോലെ ആ മാസത്തിൽ, ഇപ്പൊ മെയ് മാസമാണെങ്കിൽ മെയ് മാസത്തില് എല്ലാ റെസീറ്റും കാണിക്കുക, എല്ലാ പേയ്മെന്റും കാണിക്കുക, ബാലൻസ് കാണുക. ആ ബാലൻസ് വേണം ജൂണിൽ ഫോർവേഡ് ചെയ്യാനായിട്ട്, ഫ്രോഡ് ഫോർവേഡ് ചെയ്യാനായിട്ട്. സോ ജസ്റ്റ് ലൈക്ക് ദാറ്റ് യു വിൽ ഹാവ് ടു പ്രിപ്പയർ എ ക്യാഷ് ബഡ്ജറ്റ്. സോ ദിസ് ഈസ് വെരി സിമ്പിൾ, ബട്ട് യു ഷുഡ് നോ ഹൗ ദ പേയ്മെന്റ്സ് ഓർ റെസീറ്റ്സ് ആർ ഡെഫേർഡ്. ഇപ്പൊ പേയ്മെന്റും റെസീറ്റും ഡെഫർ ചെയ്യുമ്പോൾ ആ ഡെഫറിംഗ് പീരീഡ് നോക്കിയിട്ട് വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പൊ ചിലപ്പോൾ ക്രെഡിറ്റേഴ്സ് 2 മാസം ക്രെഡിറ്റ് ടൈം കൊടുക്കുന്നുണ്ടാവും. അപ്പൊ അവരുടെ കളക്ഷൻ കിട്ടുന്നത് 2 മാസത്തിന് ശേഷമായിരിക്കും. ഇപ്പൊ ഏപ്രിൽ മാസത്തിൽ കിട്ടുന്നത് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 2 മാസം ടൈം കൊടുക്കുകയാണെങ്കിൽ ഫെബ്രുവരി, മാർച്ച് കഴിഞ്ഞിട്ട് ഏപ്രിൽ മാസം 2 മാസത്തിന് ശേഷമായിരിക്കും അവരുടെ കളക്ഷൻ കിട്ടുന്നത്. ചിലപ്പോൾ പേയ്മെന്റിന് നമുക്ക് 1 മാസം ടൈം ഉണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ക്രെഡിറ്റ് പർച്ചേസ് ആയിരിക്കും നമ്മൾ, കഴിഞ്ഞ മാസത്തെ ക്രെഡിറ്റ് പർച്ചേസ് ആയിരിക്കും നമ്മൾ ഈ മാസം കൊടുക്കുന്നത്. സോ യു വിൽ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദ ഡെഫർമെന്റ്. ഓരോ ഐറ്റത്തിന്റെയും ഡെഫറിംഗ് പീരീഡ് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് റെസീറ്റും പേയ്മെന്റും അക്കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഡു ക്യാഷ് ബഡ്ജറ്റ്. തെറ്റ് കൂടാതെ തന്നെ നമുക്ക് ക്യാഷ് ബഡ്ജറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ പഠിപ്പിച്ചത്. അതിന്റെ തിയറി ഞാനൊന്ന് ഓടിച്ചാണ് പറഞ്ഞത്, എന്നാലും യു ജസ്റ്റ് റെഫർ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് ഓൾസോ. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ടെക്സ്റ്റ് ബുക്കിലൂടെ ഒന്ന് ഓടിച്ചു നോക്കുക. അപ്പൊ അതിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ യു ജസ്റ്റ് ഇൻഫോം മീ. ഐ എം റെഡി ടു എക്സ്പ്ലെയിൻ ഇറ്റ് വൺസ് അഗൈൻ. ഓരോ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ ഞാൻ തയ്യാറാണ്. ഓക്കെ, സോ ഐ ഹോപ്പ് ഇറ്റ് ഈസ് വെരി സിമ്പിൾ. നമ്മൾ പഠിച്ചത് വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് ഈ ബഡ്ജറ്റിംഗ്, എസ്പെഷ്യലി ദ പ്രിപ്പറേഷൻ ഓഫ് ക്യാഷ് ബഡ്ജറ്റ്. അപ്പം ഞാൻ ക്ലാസ്സിൽ ഒരു പ്രോബ്ലം ചെയ്യിച്ചിട്ടുണ്ട് നിങ്ങൾ, പിന്നെ കുറെ ഹോംവർക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഹോംവർക്കൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് പെട്ടെന്ന്, നമുക്ക് ഈ പറഞ്ഞ കണക്ക് ഈ പീരീഡ് കുറവാണ്. വിത്തിൻ ദിസ് ടൈം വി വിൽ ഹാവ് ടു കംപ്ലീറ്റ് ഓൾ ഏരിയാസ്. എല്ലാം ഈ പറഞ്ഞ 5 മൊഡ്യൂളും
നമുക്ക് കവർ ചെയ്ത് നല്ല മാർക്ക് കിട്ടുന്ന രീതിയിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ എനിവേ താങ്ക് യു വെരി മച്ച്. താങ്ക് യു.